അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ അനദർ എപ്പിസോഡ് ഓഫ് മൈ ചാനൽ. ഈ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്റ്റുട്ട്ഗർട്ടിലെ ബാഡ് കാൻസ്റ്റൺ എന്നുള്ള സ്ഥലത്തിലോട്ടാണ്. അവിടെ വാസൻ ഫെസ്റ്റിവൽ നടക്കുകയാണ്. വാസൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തത് 26 സെപ്റ്റംബറിലായിരുന്നു ആൻഡ് ഇത് എൻഡ് ആകുന്നത് 12th ഒക്ടോബറിലാണ്. സോ ഞങ്ങൾ പോയത് ലാസ്റ്റ് വീക്കിലായിരുന്നു. ഫസ്റ്റ് വീക്കിൽ ഓൾറെഡി ഞങ്ങൾ പോയിരുന്നു. ഈ 26 സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ തന്നെ ഞങ്ങൾ ആ ഒരു വീക്ക് പോയിരുന്നു. ഇത് ലാസ്റ്റ് വീക്കാണ്. സോ ഓഫ് കോഴ്സ് ലാസ്റ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു. ഞങ്ങളൊരു ഈവനിങ്ങിലോട്ട് അവിടെ എത്തിയായിരുന്നു. ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തുകയും റിട്ടേൺ ആയിട്ട് 10-11 മണിക്കാണ് തിരിച്ച് വീടെത്തിയത് തന്നെ. 6 months കൂടുമ്പോഴാണ് ഇവിടെ വാസൻ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ അറിയാം, 2 സൈഡിലും ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു മ്യൂസിക്, നല്ല രീതിയിലുള്ളൊരു മ്യൂസിക് എപ്പോഴും പ്ലേ ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒരുപാട് ട്രേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റോളുകളുണ്ടായിരുന്നു. സോ അവിടുത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അവിടുത്തെ ആ ഒരു സൗണ്ട്, ലൈറ്റ് സെറ്റിംഗ് എല്ലാം തന്നെ മൊത്തത്തിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഫെസ്റ്റിവലായിരുന്നു. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാനായിട്ട് അവർക്ക് നല്ല രീതിയിൽ പറ്റും. കാര്യം ഒരുപാട് ട്രേഡ്സ് അവൈലബിൾ ആണ്, കുട്ടികൾക്കായാലും വലിയവർക്കായാലും അഡൾട്ട്സ് ആയിട്ടുള്ളവർക്കൊക്കെ. ഞങ്ങളും ഒരുപാട് ട്രേഡിലൊക്കെ കയറി ഫുഡൊക്കെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. വാഫിൻ ഫെസ്റ്റിനെ തന്നെയാണ് ഓക്ക് ഫെസ്റ്റ് എന്നും ബിയർ ഫെസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ ഒരു വാസൻ ഫെസ്റ്റിവലിന് ഒരു ഡ്രസ് കോഡുണ്ട്. പുരുഷന്മാർക്ക് ലീഡർ ഹോസ് എന്ന് വെച്ചാൽ ഒരു കുതിര കച്ചവടക്കാരൻ്റെ ഒരു ഡ്രസ് കോഡ് പോലെയാണ്. ആ ഒരു സെയിൽ ചെയ്യുന്ന ഒരാളുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ പോലെയാണത്. സ്ത്രീകൾക്ക് റെൻഡൽ എന്ന് പറയുന്ന ഡ്രസ് ഒരു ടൈപ്പ് ഓഫ് ഫ്രോക്കാണ്. അങ്ങനത്തെ രീതിയിലുള്ള 2 രീതിയിലുള്ള ഡ്രസ് കോഡാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ട് ഉള്ളത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഫെസ്റ്റിവൽ. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നടന്നും ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ടായാലും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. Sind Sie dabei? Spielen Sie mit? Mitspielen
വീഡിയോസൊക്കെ എടുക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ലൈറ്റ് സെറ്റിങ്സും അതിൻ്റെ ബഹളവും ആ ഒരു ആംബിയൻസും ഒക്കെ തന്നെ നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാം. ഈ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിങ്ങാണ് ഗേൾസിനൊക്കെ ഉള്ളത്. ബോയ്സിനാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഒരു കുതിര കച്ചവടക്കാരൻ്റെ ഒരു രീതിയിലുള്ളതാണ്. കുട്ടികൾ രണ്ടുപേരും കാറിൽ കയറിയതായിരുന്നു. ഒരുപാട് റൈഡ്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ കുട്ടികളുടേതായ രീതിയിൽ കളിക്കാൻ പറ്റും, നമ്മുടേതായ രീതിയിൽ. അങ്ങനെ നല്ലൊരു ഫുഡൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് ഫ്രൈസിൻ്റെ തന്നെ പല പല മോഡൽസ്, മുട്ടെല്ലാം വെച്ചിട്ടുള്ള ഒരുപാട് ഐറ്റംസ്. അങ്ങനെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒരുപാട് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈ റൈഡിലും കുട്ടികൾ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് പറയുന്നത് റീസൺ ലാസോ എന്നാണ്. ഇത് ഹാർട്ട് ഷേപ്പിലാണുള്ളത്. ഇത് നമുക്ക് വാങ്ങി മാല പോലെ കഴുത്തിലിട്ട് കടിച്ച് നടക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ഒരാൾ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓഫ് ഐ ലവ് യു, ഇതിൽ തന്നെ ഓരോന്നായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. മൈ ലിറ്റിൽ ക്യൂ, അങ്ങനത്തെ രീതിയിലൊക്കെ. അപ്പോൾ അത് ഓരോരുത്തർ വാങ്ങി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. സോ അത് കഴിക്കാനും പറ്റുന്ന ഒരു തരം ലൈക്ക് ആൻഡ് ചോക്ലേറ്റാണ് അതൊക്കെ. അതിൽ തന്നെ പല സൈസിലുണ്ട്. മീഡിയം, സ്മോൾ, മീഡിയം, ലാർജ് എന്ന രീതിയിൽ, ഡബിൾ XL എന്ന രീതിയിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത്. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഒരു പൊട്ടറ്റോ റോളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പൊട്ടറ്റോ റോളൊക്കെ വാങ്ങിച്ചു കൊള്ളായിരുന്നു. ഞങ്ങൾ ഗൺ ഷൂട്ട് ഗെയിം കളിച്ചായിരുന്നു. എനിക്ക് ആ ഒരു പോർഷൻ, അല്ലെങ്കിൽ ആ ഒരു ഗെയിം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മോനാണ് കളിച്ചത്. അതിൽ അവന് ഒരു ഗെയിം പൊട്ടിക്കാനായിട്ട് സാധിച്ചതിൽ അവന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് അവൻ ട്രൈ ചെയ്തു. ആ
ഒരു ഗൈഡ് നല്ല രീതിയിൽ അവൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. And then you need to look through. Much more. You need to pull more. Pull more. Hold it. Na los, Sonne. Seid dabei, Freunde. Auf geht's. Yeah, the first one. Good job. One game or 2 games? Oh, just the last one. ടോട്ടൽ 4 ബലൂണാണുള്ളത്. 4 ബലൂണിൽ ഒരു ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി പറ്റിയില്ല. അവന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് അവന് ഇഷ്ടപ്പെട്ടൊരു വാളിൻ്റെ ഒരു ടൈപ്പാണ് കിട്ടിയത്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. കണ്ടോ, എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കണ്ടോ, പിന്നെ കത്താനയുടെ വാളൊക്കെയാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഞങ്ങളൊരു 6 മണിയൊക്കെ അടുപ്പിച്ചായിരുന്നു ഇവിടെ എത്തിയത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്കൊക്കെ ഇറങ്ങി ഞങ്ങളൊരു 6 മണി ഓൾമോസ്റ്റ് 6 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. തിരിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ റിട്ടേൺ ആയിട്ട് വന്നത് ഒരു 10-11 മണിയൊക്കെ ആയി. സോ അത്രയും ടൈം പോകെ തന്നെ ആൾക്കാരുടെ ഇതും കൂടി വരുന്നുണ്ടായിരുന്നു. നല്ല രീതിയിൽ ക്രൗഡ് ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വലിയ ക്രൗഡൊക്കെ ആയിരുന്നു. ഈ വാസൻ ഫെസ്റ്റിവലിന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബിയർ ഫെസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. സോ അതിനനുസരിച്ച് ബിയർ ഫെസ്റ്റിവലിന് ഓരോ ആൾക്ക് 40 യൂറോ ആയിരുന്നു എൻട്രി ഫീസ് എന്ന് പറയുന്നത്. ബിയർ ഫെസ്റ്റ് അവർക്ക് അവരുടേതായ ഒരു പ്രത്യേകിച്ച് ആ ഒരു ഇതൊക്കെ ആയിരുന്നു. ഈ ഒരു റൈഡ് കാര്യങ്ങളൊക്കെ വരുന്ന അങ്ങോട്ടും ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെയായിരുന്നു. ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു. കൊള്ളായിരുന്നു. ഹോളിവുഡ് എന്നൊരു റൈഡിലും സ്കെയറി ഹൗസിലൊക്കെ കയറിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മൊത്തത്തിൽ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഒരുപാട് റിലാക്സ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് ഫാമിലിയായിട്ട് ഒരുപാട് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഇതായിരുന്നു. സോ മൊത്തത്തിൽ ഐ റിയലി എൻജോയ്ഡ് ദ ലോട്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.